നമസ്കാരം. വീണ വിജയന്റെ ഡയറി തുറന്നു. കുരുക്കുമുറുകുന്നത് റിയാസിന്റെ വിശ്വസ്തരിലേക്കെന്ന റിപ്പോർട്ട്. CMRL എക്സാലോജി കേസിൽ കോഴിക്കോട് EDയുടെ മിന്നൽ റെയ്ഡ്. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും ഡെസ്റ്റിനേഷൻ മാനേജരും നിരീക്ഷണത്തിൽ. 1.78 കോടിയുടെ കള്ളപ്പണ ഇടപാടിൽ നിർണായക വിവരങ്ങൾ പുറത്ത്. രാഷ്ട്രീയ കേരളത്തെ ആകെ ഉലച്ച CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം കൂടുതൽ കടുപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേസിലെ രണ്ടാം ഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായി ഒരേ സമയം 4 ഇടങ്ങളിലാണ് ED ഉദ്യോഗസ്ഥ സംഘം മിന്നൽ പരിശോധന നടത്തുന്നത്. പ്രധാനമായും കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ച് പുരോഗമിക്കുന്ന മിന്നൽ പരിശോധനകൾ CPM പ്രമുഖ നേതാവും മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസുമായി അടുത്ത ബന്ധം പുലർത്തുന്നവരിലേക്ക് നീളുന്നു എന്നതാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ സൂചനകൾ നൽകുന്നത്. TDPCയുടെ മുൻ ഡെസ്റ്റിനേഷൻ മാനേജരും കോഴിക്കോട് കുണ്ടൂപ്പറമ്പ് സ്വദേശിയുമായ നന്ദുലാൽ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഒപ്പം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ നിഖിൽ എന്നിവരുടെ വസതികളിലാണ് നിലവിൽ ED ഉദ്യോഗസ്ഥരുടെ സംഘം റെയ്ഡ് തുടരുന്നത്. ഇരുവരും PA മുഹമ്മദ് റിയാസിന്റെ അടുത്ത സുഹൃത്തുക്കളും വിശ്വസ്തരുമായാണ് അറിയപ്പെടുന്നത്. മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മുഹമ്മദ് റിയാസിന്റെയും വസതികളിൽ കേന്ദ്ര ഏജൻസികൾ നടത്തിയ പരിശോധനകളിൽ നിന്നും ശേഖരിച്ച നിർണായക രേഖകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം റിയാസുമായി ബന്ധപ്പെട്ട മറ്റ് സാമ്പത്തിക കേന്ദ്രങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നത്. CMRL കമ്പനിയിൽ നിന്നും പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് എന്ന കമ്പനിക്ക് സേവനമൊന്നും നൽകാതെ തന്നെ ലഭിച്ചുവെന്ന് കരുതുന്ന 1.78 കോടി രൂപയുടെ വലിയ ഇടപാടാണ് കേസിലെ പ്രധാന അന്വേഷണ വിഷയം. ഈ കോടികളുടെ ഫണ്ട് എവിടെ നിന്നൊക്കെ ഒഴുകിയെത്തി, പിന്നീട് ഈ തുക ആരിലേക്കൊക്കെ ഏതെല്ലാം അക്കൗണ്ടുകൾ വഴി കൈമാറ്റം ചെയ്തു, പ്രസ്തുത പണം ഏതെല്ലാം ആവശ്യങ്ങൾക്കായി വിനിയോഗിച്ചു തുടങ്ങിയ കാതലായ ചോദ്യങ്ങളാണ് കേന്ദ്ര ഏജൻസി വ്യക്തത തേടുന്നത്. വീണയുടെ വീട്ടിൽ മുൻപ് നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്ത ഡയറിയിൽ പണമിടപാടുകൾ സംബന്ധിച്ച് ചില രഹസ്യ വിവരങ്ങൾ അടങ്ങിയിരുന്നതായും ഇതിന്റെ ബാക്കി പത്രമായാണ് ഇപ്പോഴത്തെ മിന്നൽ റെയ്ഡുകൾ എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സുലൂസ് എന്ന ആപ്പ് കമ്പനി നന്ദുലാൽ, നിഖിൽ, ഷൈജൻ, ഫൈജാസ് തുടങ്ങിയ വ്യക്തികളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളും നിലവിൽ EDയുടെ ശക്തമായ അന്വേഷണ പരിധിയിലുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് വീണയെ മുൻപ് 2 തവണ ED ചോദ്യം ചെയ്തിരുന്നു. ഇതിനു പുറമെ CMRLലെ ഉന്നത ഉദ്യോഗസ്ഥരെയും മറ്റ് പ്രധാന വ്യക്തികളെയും വിളിച്ചുവരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ട്. നിലവിൽ വാർത്തകളിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തികൾക്കെതിരെയോ റിയാസിനെതിരെയോ കുറ്റങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമായി ലഭിച്ച രേഖകളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലുകളും ഡിജിറ്റൽ തെളിവുകൾ എടുപ്പുകളും തുടരുകയാണ്. വരും മണിക്കൂറുകളിൽ പരിശോധന പൂർത്തിയാകുന്നതോടെ കൂടുതൽ വ്യക്തത കൈവരും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. എന്തായാലും CMRL എക്സാലോജിക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകളാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. വീണ വിജയന്റെ ഡയറി തുറന്നിരിക്കുന്നു. എന്തായാലും ഭർത്താവും മുൻ മന്ത്രിയുമായ റിയാസിന്റെ വിശ്വസ്തരിലേക്കാണ് അന്വേഷണം നീളുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്.